വിശദമായ വാർത്തകളിലേക്ക്. കൊടിയത്തൂർ പഞ്ചായത്തിലെ മാടാമ്പി, ചേലുപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ പുതിയ കരിങ്കൽ ക്വാറി തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം വ്യാപകമാവുന്നു. 150ഓളം ഏക്കർ സ്ഥലത്താണ് പുതിയ ക്വാറി തുടങ്ങാൻ നീക്കം നടക്കുന്നത്. ഗ്രാമപഞ്ചായത്തിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെ നടക്കുന്ന നീക്കത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. കൊടിയത്തൂർ പഞ്ചായത്തിലെ മാടാമ്പി പ്രദേശത്ത് തുടങ്ങാൻ പോകുന്ന പുതിയ ക്വാറിക്കെതിരെ പ്രതിഷേധം വ്യാപകമാവുകയാണ്. സർവേ നമ്പർ 172-ൽപ്പെട്ട ഈ പ്രദേശത്ത് സാധാരണക്കാർക്ക് കൈവശാവകാശ രേഖ നൽകാൻ പഞ്ചായത്ത് മടിക്കുമ്പോൾ ക്വാറി മുതലാളിമാർക്ക് ഇതെങ്ങനെ നൽകിയെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. കൊടിയത്തൂർ പഞ്ചായത്തിലെ തോട്ടുമുക്കത്തിനടുത്ത് മാടാമ്പി, ചേലുപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിക്കൂട്ടി പുതിയ കരിങ്കൽ ക്വാറി തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം വ്യാപകമാവുന്നു. സർവേ നമ്പർ 172-ൽപ്പെട്ട ഈ സ്ഥലത്ത് 150ഓളം ഏക്കർ സ്ഥലത്താണ് കരിങ്കൽ ക്വാറി തുടങ്ങാൻ നീക്കം നടക്കുന്നത്. ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 260ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് കൈവശാവകാശ രേഖ നൽകാൻ പോലും പഞ്ചായത്ത് തയ്യാറാവുന്നില്ല. മൈസൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുമായി കേസ് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാണിത്. എന്നാൽ യാതൊരു പ്രയാസവും കൂടാതെ ക്വാറി മാഫിയയ്ക്ക് വേണ്ടി പഞ്ചായത്ത് NOC അടക്കമുള്ള രേഖകൾ നൽകിയിരിക്കുകയാണ്. പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരുമടക്കം ക്വാറി മാഫിയയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഈ കൃഷികൾ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് പരിസ്ഥിതി പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കളക്ടറുടെ മുഖ്യമന്ത്രിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഈ കൊടിയത്തൂർ പഞ്ചായത്തിലെയും വില്ലേജിലെയും അധികാരികൾക്ക് അറിയുന്നതാണ് ഇവിടെ പ്രകൃതി ദുരന്ത പ്രദേശമാണെന്നുള്ളവർക്കറിയാം. അങ്ങനെ ഞങ്ങളെ പരാതികളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കൊടിയത്തൂർ പഞ്ചായത്ത് ബോർഡ് അവർക്ക് പുതിയതായിട്ടുള്ള ക്രഷർ തുടങ്ങുന്നതിന് വേണ്ടി സർവേ 122-ൽ ചേലുപ്പാറ മാടാമ്പി പ്രദേശത്ത് പുതിയൊരു ക്രഷർ കൂടി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദം കൊടുത്തിരിക്കുകയാണ്. നിലവിൽ 15ഓളം ക്വാറികൾ കൊടിയത്തൂർ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവയിലേറെയും ഈ പ്രദേശങ്ങളിലാണ്. മഴക്കാലത്ത് പോലും രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പ്രദേശമാണിത്. മാത്രമല്ല ശ്വാസം മുട്ടൽ, അലർജി, ത്വക്ക് രോഗങ്ങൾ തുടങ്ങിയവ ഇവിടെയുള്ളവർക്ക് നിത്യസംഭവമാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തി ഒരു കരിങ്കൽ ക്വാറി കൂടി തുടങ്ങുവാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് നാട്ടുകാർ. നാട്ടുകാരുടെ നിരന്തര പരിശ്രമങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ വർഷം ഇവിടെ അനുവദിച്ച അംഗൻവാടിക്കും ക്വാറി ഭീഷണിയാണ്. ക്വാറി തുടങ്ങുവാനുള്ള അധികൃതരുടെ നീക്കത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. പഞ്ചായത്ത് ഈ കൊടുത്തുള്ള NOC പിൻവലിച്ചിട്ടില്ല എങ്കിൽ ഈ പ്രദേശത്തുള്ള ജനങ്ങളെ ശക്തമായി മുന്നിൽ നിർത്തിക്കൊണ്ട് ശക്തമായ പോരാട്ടങ്ങളിലേക്ക്, പ്രക്ഷോഭങ്ങളിലേക്ക് ഈ ഒരു സംരംഭം ഇവിടെ വരാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ സമരമുറകളും ഞങ്ങൾ നടത്തുമെന്ന് പഞ്ചായത്ത് അധികാരികൾ മറ്റു ഉന്നതാധികാരികളെ ഞങ്ങൾ അറിയിക്കുകയാണ്. ഏതായാലും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ തന്നെ അവർക്കെതിരെ പ്രവർത്തിച്ച് മാഫിയകൾക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് നാട്ടുകാർ. തോട്ടുമുക്കം മാടാമ്പിയിൽ നിന്നും ക്യാമറമാൻ റഫീഖ് തോട്ടുമുക്കത്തിനൊപ്പം ഫസൽ ബാബു.